ഈ പടം കണ്ടതിന് ശേഷം ലൈഫ് പൂർണ്ണമായിട്ടും മാറി. എന്താണ് ഈ ലോജിക്കില്ലാത്ത മണ്ടൻ കഥ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അതാണ് അവായ് ഷൺമുഖി എടുക്കാൻ നോക്കി അവിഞ്ഞ ഷൺമുഖിയായ ഈ പടത്തിന്റെ പേരാണ് ലൈല. അപ്പോൾ പടം തുടങ്ങുന്നത് തന്നെ ചെറുപ്പം തൊട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകണമെന്ന് വായ്ത്താളം അടിക്കുന്ന ഒരു പയ്യനെ കാണിച്ചിട്ടാണ്. പിന്നെ വലുതായ ഈ പയ്യൻ, അതായത് പടത്തിലെ നായകൻ, അമ്മയുടെ ഓർമ്മയ്ക്കായി ഒരു പാർലർ അങ്ങോട്ട് തുടങ്ങും. അതാണെങ്കിൽ അവിടെ ഭയങ്കര സംഭവമാകും. ഇതൊക്കെ കഴിഞ്ഞ് അടുത്ത സീനിലാണ് നമ്മുടെ നായകന്റെ എൻട്രി. സോനു സോനു എന്ന് നാട്ടുകാർ വിളിക്കുമ്പോഴും മാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടാനായിരുന്നു നായകന്റെ താല്പര്യം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ആ നാട്ടിൽ ഹിറ്റായ പാർലർ നടത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ നായകൻ അവിടെ വന്ന ഒരു ചേച്ചിക്ക് പൈസ ആവശ്യം വന്നപ്പോൾ ഒരു 2 ലക്ഷം രൂപ അങ്ങോട്ട് എറിയും. പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നോ? ഇതാണ് പൈസ. ചേച്ചിക്ക് വേണമെങ്കിൽ രതീഷ് എന്ന് വിളിച്ചോളൂ. ഇതിനിടയ്ക്ക് ഈ പാർലറിലേക്ക് അവിടുത്തെ ഏരിയ SIയുടെ 2ാം ഭാര്യ മിനിങ്ങാനായിട്ട് വരും. പക്ഷെ ഈ കാര്യം SIയുടെ ആദ്യത്തെ ഭാര്യയോട് വിളിച്ചു പറഞ്ഞ് ഇവർ 3 പേരുമായി അടിയായി ആ കുടുംബവും തന്നെ കുട്ടിച്ചോറാകും. ഇതൊക്കെ കണ്ടു നിന്ന SIക്ക് നായകനോട് വൻ പകയാവും. പക്ഷെ നായകനെ ഒന്ന് തൊടാൻ പോലും SIക്ക് പറ്റില്ല. കാരണം എനിക്കും പടകളുണ്ട്, അടിച്ചു തകർക്കും. പിന്നെ തൊട്ടടുത്ത സീനിലാണ് നായികയുടെ എൻട്രി. നായികയെ വളരെ പ്രഡിക്റ്റബിൾ ആയി കണ്ടുമുട്ടുന്ന നമ്മുടെ നായകൻ അവളുടെ മുന്നിൽ പട്ടിഷോ കാണിക്കാനായി വെറുതെ റോഡിലൂടെ നടക്കുന്നവരെ പിടിച്ച് തല്ലി ഒതുക്കി വിടും. പിന്നെ നമ്മുടെ നായികയോട് ക്രഷ് അടിച്ച നമ്മുടെ നായകൻ അവനും ജിം ആകണം എന്ന് പറഞ്ഞ് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ നായികയെ തൂക്കിയെടുത്ത് നമ്മുടെ നായകൻ 2 റൗണ്ട് ഓടും. പിന്നെ ഡാൻസായി, പാട്ടായി, കലപിലയായി. ഇതിനിടയ്ക്ക് പണം എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഇവൻ പൈസ കൊടുത്ത ആ ചേച്ചി അവന്റെ ഫോട്ടോയൊക്കെ വെച്ച് ഒരു എണ്ണക്കട അങ്ങോട്ട് തുടങ്ങും. അതും വൻ ഹിറ്റ്. ഇതൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് മുഖം കരിഞ്ഞ് കരിവാളിച്ച് പാർലറിലേക്ക് വന്ന ചേച്ചിയെ ഫിസിക്സിലൂടെ വെളുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് കൊണയടിച്ച് എന്തൊക്കെയോ ചെയ്ത് ആ ചേച്ചിയെ വെളുപ്പിച്ച് വയ്ക്കും. ആ ചേച്ചിയെ കണ്ടതും പെണ്ണ് കിട്ടാതെ മൂത്ത് നരച്ചിരുന്ന ഗുണ്ട ചേച്ചിയെ കൂട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കും. പക്ഷെ ഇവിടെയാണ് ട്വിസ്റ്റ്. സംഭവം ചേച്ചി കുളിച്ചപ്പോൾ മേക്കപ്പ് ഒലിച്ചു പോയതോടെ ഒറിജിനൽ നിറം കണ്ട ഗുണ്ടയുടെ വീട്ടുകാർ നായകനെ തല്ലിക്കൊല്ലാൻ നോക്കും. ഇതിനിടയിൽ അവരുടെ കല്യാണത്തിന് സദ്യ ഉണ്ടാക്കിയതേ ഇവന്റെ ഫോട്ടോ വെച്ച എണ്ണ കഴിച്ചിട്ടാണ് അത്രേ. അത് കഴിച്ചവർക്ക് വയറിളക്കവും. പിന്നെ മേക്കപ്പ് ഇട്ട് പറ്റിച്ചതിനും ഗുണ്ടയുടെ വീട്ടുകാരും വയറിളക്കത്തിന് അവിടത്തെ നാട്ടുകാരും കൂടി നായകനെ പഞ്ഞിക്കിടാൻ ഓട്ടിക്കും. എങ്ങനെ ഈ ട്രാപ്പിൽ നിന്നെല്ലാം രക്ഷപ്പെടാം എന്ന് ആലോചിച്ചിരുന്ന നമ്മുടെ നായകന്റെ തലയിലേക്ക് പെട്ടെന്നൊരു ബൾബ് കത്തിയിട്ട് സ്വയം മേക്കപ്പ് ഇട്ട് മായാമോഹനനായിട്ട് നമ്മുടെ നായകൻ അങ്ങോട്ട് മാറും. മായാമോഹനനായിട്ട് മാറിയ നമ്മുടെ നായകൻ പിന്നെ എല്ലാവരുടെയും ക്രഷായി. നാട്ടിലെ സകല ദാരിദ്ര്യം പിടിച്ചവന്മാരും മായാമോഹനന്റെ പിറകെ ഒലിപ്പിച്ച് വെറുപ്പിച്ച് നടക്കും. ഇത് അപ്പൊടി ചേർത്ത് വീശിന് പൊറാട്ട പോലെ ആയാലും ഗതി അങ്ങോട്ടുമില്ല. അങ്ങനെ ഇവർ 2 പേരും അടിപിടി കൂടുന്ന സമയം ഇത് പെണ്ണല്ല ആണാണ് എന്ന് അവർക്ക് മനസ്സിലാകും. പിന്നെ കേസൊക്കെ എടുത്ത് കോടതിയിലേക്ക് കൊണ്ടുപോയ നമ്മുടെ നായകനെ കുറെ ചിങ്കപ്പെണ്ണുങ്ങൾ വന്ന് വാദിച്ചതോടുകൂടി കോടതി നായകനെ വെറുതെ വിടും. അതോടെ പടവും തീരും. 18 കോടി ബഡ്ജറ്റ് വന്ന പടം വെറും 4 കോടി മാത്രം കളക്ട് ചെയ്ത് ബോക്സ് ഓഫീസിൽ ദുരന്തമായിട്ട് മാറാനും ഈ പടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ദിലീപേട്ടൻ പണ്ടേ വിട്ടതാണെന്ന് പറയാൻ പറഞ്ഞു.